ഹായ് ഫ്രണ്ട്സ്, ഞാൻ CKR. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ എങ്ങനെ റൂട്ട് ചെയ്യാം കമ്പ്യൂട്ടറിൻ്റെ സഹായമൊന്നുമില്ലാതെ എന്നാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പിന്നെ ആൻഡ്രോയിഡ് മൊബൈൽ നിങ്ങൾ റൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം. നിങ്ങളുടെ മൊബൈൽ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഗ്യാരണ്ടി ഒക്കെ നഷ്ടപ്പെടും. പിന്നെ റൂട്ട് ചെയ്താൽ എന്താണ് ഉപയോഗം, റൂട്ടിങ് എന്താണ് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഒരുപാട് വിശദീകരിക്കാനുണ്ടെങ്കിലും ഞാൻ ചെറിയൊരു വിശദീകരണം തരാം. റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി നഷ്ടപ്പെടും എന്നുള്ളത് പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ ഫോൺ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റാം. പല സോഫ്റ്റ്വെയറും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. റൂട്ട് ചെയ്യാത്ത മൊബൈലിൽ ചില സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ആയാലും വർക്ക് ചെയ്യൂല. അപ്പോൾ റൂട്ട് പെർമിഷൻ ചോദിക്കും. അങ്ങനെ അതെല്ലാം നമുക്ക് പരിഹരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ മെമ്മറി 1 GB വളരെ കുറഞ്ഞ മെമ്മറിയാണ് നമ്മളെ ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് അവർ തരുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്ത് നമ്മളെ എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് നമ്മുടെ മൊബൈലിനെ മാറ്റാം. അങ്ങനെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടും. പിന്നെ റൂട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് സോഫ്റ്റ്വെയർ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിലൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ, റിക്കവറി സോഫ്റ്റ്വെയർ പോലെ ഒരുപാട് നല്ല സോഫ്റ്റ്വെയറും പിന്നെ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമുക്ക് ഇഷ്ടം പോലെ പിന്നെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ പുതിയ പുതിയ വേർഷനിലേക്ക് മാറ്റാം. ഇപ്പോൾ കിറ്റ്കാറ്റ് വരെയാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയി കിട്ടുന്നത്. ഇത് നമുക്ക് ലോലിപോപ്പിലേക്ക് വരെ മാറ്റാം. പുതിയ വേർഷനിലേക്ക് നമുക്ക് സാംസങ് ഒക്കെ അപ്ഡേഷൻ തരുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം റൂട്ട് ചെയ്താൽ. പിന്നെ ഇപ്പോൾ എൻ്റെ മൊബൈൽ ഇതുവരെ ലോലിപോപ്പ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ കിറ്റ്കാറ്റിലേക്ക് വീണ്ടും മാറ്റിയതാണ്. ലോലിപോപ്പിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഇത് കിറ്റ്കാറ്റ് ആണെന്ന് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം ലോലിപോപ്പ് ആയിരുന്നു, ഇപ്പോൾ കിറ്റ്കാറ്റിലേക്ക് തന്നെ മാറ്റിയതാണ്. അതുപോലെ നമുക്ക് ഒരുപാട് പിന്നെ ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് റൂട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ സഹായം ഒന്നും ഇല്ലാതെയാണ് നമ്മൾ റൂട്ട് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അതിൽ vRoot എന്ന് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്താണ്. ഇതാണ് ആ സൈറ്റ്. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലിങ്ക് നൽകുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ഡൗൺലോഡ് ചെയ്ത് അതിന് ശേഷം വളരെ ഈസിയാണ്. നമ്മുടെ vRoot എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെ കാണിക്കും. അതൊന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ ഫോൺ ഞാൻ റൂട്ട് ചെയ്തതാണ്. ഓൾറെഡി റൂട്ട് ചെയ്തതുകൊണ്ട് വീണ്ടും റൂട്ട് ചെയ്ത് കാണിക്കാൻ കഴിയില്ല. ഡിവൈസ് റൂട്ടഡ് സിമ്പിളാണ്, നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ റൂട്ട് ചെയ്യാത്ത മൊബൈലാണെങ്കിൽ നൗ റൂട്ട് എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ മൊബൈൽ ഒരു 10-15 മിനിറ്റ്, ചിലപ്പം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ റൂട്ടായി കിട്ടും. പിന്നെ റൂട്ട് ആയതിൻ്റെ ശേഷം നമുക്ക് ഇനി റൂട്ട് ചെയ്ത മൊബൈലാണെങ്കിൽ അൺറൂട്ടിലേക്ക് ആദ്യം എങ്ങനെ ആയിരുന്നോ അതിലേക്ക് തന്നെ മാറ്റിയെടുക്കാം. അതിനുവേണ്ടി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഇതിൽ തന്നെ അൺറൂട്ട് ഉണ്ട്, അൺറൂട്ട് ഇൻസ്റ്റാൾ നൗ, ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ റൂട്ടായ മൊബൈൽ മാതിരി തന്നെ ആക്കിയെടുക്കാനും നിങ്ങൾക്ക് കഴിയും ഈ vRoot കൊണ്ട്. പിന്നെ ഈ vRoot നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇത് പിന്നെ റൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ കൂടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. റൂട്ട് ചെക്കർ, നമ്മുടെ മൊബൈൽ റൂട്ട് ചെക്ക് ചെയ്യാനാണ്. റൂട്ട് ചെയ്തത് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വെരിഫൈ റൂട്ട് ചെക്കർ എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര്. റൂട്ട് ആയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ റൂട്ട് സക്സസ് എന്ന് കാണിക്കും. അപ്പോൾ റൂട്ട് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. മിക്കവാറും ഇത്
ഒരു പ്രാവശ്യം തന്നെ ചെയ്താൽ റൂട്ടായി കിട്ടും. റൂട്ടായതിനു ശേഷം സൂപ്പർ യൂസ് എന്നൊരു സോഫ്റ്റ്വെയർ കൂടെ എക്സ്ട്രാ ഇതിൽ ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ആവും ഈ വി റൂട്ട്. നമ്മൾ വി റൂട്ടിൽ ഓപ്പൺ ചെയ്ത് റൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ CKR ചിന്നംപടി എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ. CKR